വാങ്ങിയിട്ടുണ്ട് അയ്യോ വീണത് വീണ് വല്ല പാമ്പും വന്നാൽ ഞാൻ എങ്ങനെ ഓടുക ഈശ്വരാ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ലക്ഷ്മി. ഇന്നത്തെ വീഡിയോ യാതൊരു സ്പെഷ്യാലിറ്റി ഇല്ലാത്തൊരു വീഡിയോ ആണ്. കാരണം ഞാനും കുഞ്ഞിനും കൂടെ നടക്കാനായിട്ട് പോകുന്ന ഒരു ചെറിയ മിനി വ്ളോഗാണിത്. അപ്പം പോകുന്ന വഴിയെ ഞാൻ കണ്ട കാഴ്ചകളെല്ലാം ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് നടക്കാനായിട്ട് പോവാം. നിങ്ങളിൽ ആരൊക്കെയാണ് ഇങ്ങനെ നടക്കാനായിട്ട് പോകാറുള്ളത്? നിങ്ങൾക്ക് നടക്കാൻ ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എനിക്കാണെങ്കിൽ നടക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് മുതലേ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മടിയൊന്നുമില്ല. ചില സമയത്ത് കുഞ്ഞിന് മടി വരാറുണ്ട്, ആ സമയത്ത് ഞാനാണ് പൊക്കിപ്പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള HSR ലൈക്കിലോട്ടാണ് നടക്കാനായിട്ട് വരാറുള്ളത്. ഈ ഒരു ലൈക്ക് മാറ്റി പിടിച്ച് നമ്മൾ വേറെ കുറേ സ്ഥലത്തേക്കൊക്കെ നടക്കാനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇവിടുത്തെ അത്ര കംഫർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഈ ലൈക്കിലോട്ടാണ് ഇന്നും വരാറുള്ളത്. ഈ ഒരു ലൈക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 4-5 റൗണ്ട് ചുറ്റുമ്പോഴേക്കും 30 മിനിറ്റ് പോകുന്നത് അറിയേയില്ല. ബാംഗ്ലൂരിലെ ഒട്ടുമിക്ക ആളുകളും IT ജോബ് ചെയ്യുന്നവരാണ്. അവരാണെങ്കിൽ 24/7 ബിസിയുമായിരിക്കും. അപ്പോൾ അവർ ലീഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് ഈ നടക്കുക, ജോഗിങ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഒരുപാട് ആളുകളെ കാണാറുണ്ട്. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഇതുപോലെ നടക്കാനായിട്ടൊന്നും പോവാറില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ടും അവിടെ വേറെ പല കാര്യങ്ങൾക്കും നടക്കാറുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരു സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടക്കാനായിട്ടൊരു സമയം കണ്ടെത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നടക്കാനായിട്ട് വരുന്ന കാലം മുതലേ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആളുകളാണ് ഈ ഒരു പട്ടിക്കുട്ടന്മാർ. ഇവരിവിടെ സ്ഥിരതാമസക്കാരാണ്. ഇവിടെ ഇവർക്ക് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നല്ല അടിപൊളി സംഭവമാണ്. ഈ ഒരു ലൈക്കിനോട് ചേർന്ന ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് ഗൈസ്. അവിടെ സ്ഥിരമായിട്ട് മാച്ചസ് ഒക്കെ നടക്കാറുണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെ എന്തൊക്കെയോ അവിടെ കളിക്കാറുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാറില്ല. ഈ ഒരു ലൈക്കിന് കുറുകെ കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ ഇതുവരെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. ഇന്നാണെങ്കിൽ അവിടെ നിറയെ ആളുകളുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങോട്ടേക്കൊന്ന് പോവാന്ന്. അയ്യോ വീണത് വീണ് വല്ല പാമ്പും വന്നാൽ ഞാൻ എങ്ങനെ ഓടുക ഈശ്വരാ. ഇവിടെ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം 1-2 ചെറിയ പാമ്പിൻകുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പേടി. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എല്ലാ സ്ഥലത്തും വെട്ടിത്തെളിച്ച് നല്ല നീറ്റാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ എന്നാലും എനിക്കൊരു പേടി. എങ്ങാനും പാമ്പ് വന്നു കഴിഞ്ഞാൽ ഓടാനും പറ്റില്ല. എങ്ങാനും ഞാൻ മൂക്കും കുത്തി ലൈക്കിലോട്ട് വീണ് കഴിഞ്ഞാൽ എനിക്ക് നീന്താനും അറിയില്ല ഗൈസ്. കുറച്ച് പേടിച്ചെങ്കിലും അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു കയറി. അങ്ങനെ സന്ധ്യാസമയമായി. ആകാശമൊക്കെ നല്ല പിങ്ക് നിറത്തിലിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ നടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഞാവൽപ്പഴവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാവൽപ്പഴത്തിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നു. ഇവിടെ എവിടെ നോക്കിയാലും കുറേ ഞാവൽപ്പഴമാണ് കാണാൻ കഴിയുന്നത്. കുറച്ച് നാൾ മുന്നേ നിറയെ മാങ്ങകളായിരുന്നു. ഇപ്പോഴും മാങ്ങയുണ്ട്, എന്നാലും ഞാവൽപ്പഴവും കാണുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാവൽപ്പഴം എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പ് കൂട്ടി തിന്നു. അപ്പോഴാണ് കുറച്ച് സമാധാനമായത്. സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ് ഗൈസ്. ഇതൊക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോയിലുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.